നല്ല നാടൻ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും തക്കാളി അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കണം കേട്ടോ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇന്ന് പ്രോൺസ് ഉപയോഗിച്ചിട്ടുള്ള തേങ്ങ അരച്ചൊരു അടിപൊളി കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നല്ല പ്രോൺസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവരട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നല്ല പഴുത്ത 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ ഇവിടെ 1 കിലോ അളവിൽ പ്രോൺസ്, പിന്നെ ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരയ്ക്കാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളി അത്യാവശ്യം വലുതാണെങ്കിൽ 2 or 3 എടുത്താൽ, എനിക്ക് ചെറുതായതുകൊണ്ട് 4-5 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ പിന്നെ പെരുംജീരകവും 10-12 മണി കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് അരച്ചെടുക്കാനുള്ള അരപ്പ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചെമ്മീനും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ അതിൻ്റെ എണ്ണമൊക്കെ നമുക്ക് എന്തോരം എമൗണ്ട് കറിയാണ് വെക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൂട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് കടുക് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി വെളിച്ചെണ്ണ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാട് അങ്ങനെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 5 ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 2-3 ചെറിയ പീസ് തേങ്ങ എടുത്തിട്ട് അത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് കൊത്തി എടുക്കണം കേട്ടോ. ഒന്ന് തേങ്ങക്കൊത്തായിട്ട് എടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പ്രത്യേകം വേറെ തന്നെ ഞാൻ ചെമ്മീൻ്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ മുരിങ്ങാക്കായും കൂടി ചേർത്തിട്ട് വെക്കുന്നത്, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് വേറെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയാണ്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ചെമ്മീൻ്റെ കൂടെ അങ്ങനെ മുരിങ്ങാക്കായ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. എന്നാൽ ഒരുപാട് തേങ്ങാക്കൊത്തൊന്നും മുരിഞ്ഞു പോകരുത്. ഈ ഒരു ടൈമിൽ നമ്മളതിലേക്ക് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അത്യാവശ്യം പഴുത്തതും വലിയ തക്കാളിയാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി ഒരു തക്കാളി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ആ ഒരു ടൈം ആവുന്നത് വരെ നന്നായിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഈ ഒരു തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തുള്ള തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഈ എണ്ണയിലേക്ക് ചേർന്ന് വരുന്ന അത്രയും നന്നായിട്ട് ഇതിലേക്കൊന്ന് യോജിച്ച് വരുന്നത് വരെ തന്നെ നമ്മളതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വഴറ്റുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ കറിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ടേസ്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇത് വേണ്ട തക്കാളിയൊക്കെ പെട്ടെന്നാവും കേട്ടോ. ബാക്കിയുള്ള നമ്മൾ ഈ ഒരു ഇഞ്ചിയും പച്ചമുളകും തേങ്ങാക്കൊത്തൊക്കെ മുരിയാനാണ് പിന്നെ ഇത്തിരി ഒരു ടൈം എടുക്കുന്നത്. അത്യാവശ്യം അതൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതുണ്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ഈവനായിട്ട് എല്ലായിടത്തും നല്ല ഉടഞ്ഞ് നന്നായിട്ട് അങ്ങ് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടൈം എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ചെമ്മീൻ കറിക്ക് ആ ഒരു നല്ല രുചി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അത് മുരിങ്ങാക്കായ ചേർത്ത് വെക്കുന്ന അടിപൊളി കറിയാണ്. ചെമ്മീൻ്റെ കൂടെ നമ്മൾ മുരിങ്ങാക്കായൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഭയങ്കര പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതെൻ്റെ എല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാനൊരു 3 പീസ് ചെമ്മീനിലേക്കൊന്നും അധികം പുളി വേണ്ട, ചെറിയൊരു പുളി മതി. അപ്പോൾ കണ്ടമാനം പുളി വേണ്ടാത്തതുകൊണ്ട് തന്നെ ചെറിയ 3 പീസ് കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ വാളംപുളി ചേർക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വളംപുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങേൻ്റെ അരപ്പ്, ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു പേസ്റ്റ് പോലെ അരച്ച തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര എമൗണ്ട് വെള്ളം വേണോ അത്ര എമൗണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു കറിയിലേക്ക്
ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ അതൊക്കെ ഒന്ന് വേണ്ട രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നന്നായി തിളച്ച് തുടങ്ങുന്ന ഈ ഒരു ടൈമിൽ, ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് കഴുകി നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ. ഞാൻ മുറിച്ചൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വലിയ ചെമ്മീൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെമ്മീൻ. ഇനി ഒരുപാട് നേരത്തെ വേവില്ല, കാരണം നമ്മൾ ഇതിലുള്ള എല്ലാ സാധനവും വഴട്ടിയാണ് ചേർത്തത്. പിന്നെ തേങ്ങ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ചെമ്മീൻ. ഒരുപാട് നേരം ചെമ്മീൻ കുക്ക് ചെയ്യരുത് കേട്ടോ, അപ്പോൾ ഒരു റബ്ബർ പോലത്തെ ഒരു ഫീല് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് നേരം മാത്രം കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. ഇതൊന്ന് ചെമ്മീൻ ഒരുപാട് നേരത്തെ വേവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചെമ്മീനൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് തിളച്ച് ഇങ്ങനെ നന്നായി തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിതിൽ ഇതുപോലെ ഒരു തവി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് തിളച്ച് സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് വരാതിരിക്കുക. അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാ എന്താ പറയുക, കുക്കിംഗ് ചെയ്യുന്നവർക്കുള്ള നല്ലൊരു ടിപ്പാണ്. നമ്മൾ എന്ത് കറി വെക്കുവാണെങ്കിലും അതിൽ നമ്മളിതുപോലെ സ്പൂണ് തവി ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് പോവാതിരിക്കും കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ല പാകത്തിന് ചെമ്മീനൊക്കെ വെന്തു. ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത്ര മതി. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് എന്തോരം അളവിൽ ചാറ് വേണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ചാറ് എത്രത്തോളം വേണോ അത്ര എമൗണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇത്രയും ചാറ് വേണം. ഇനി നമ്മളതേ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ 1-2 ഉലുവ ഇട്ട് കൊടുത്ത്, ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ച് നമ്മൾ ഈ ഒരു ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മളെ കറി ഇവിടെ പൂർത്തിയായി കേട്ടോ. അടിപൊളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു തുള്ളി ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. കപ്പേൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, അപ്പോൾ ഞാൻ വെച്ച വേറെ കറി ഇതിൽ മീൻ കറീൻ്റെയും ഒക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നമ്മുടെ ലൈക്ക് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.